ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻകം ടാക്സ് ഫിഫ്ത്ത് സെമിസ്റ്റർ ബികോം BBA ഇൻകം ടാക്സിൽ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിൻ്റെ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ ഒരു SSCയുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി റെസിഡന്റ് ആണോ എന്നെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം, നമുക്ക് നോക്കാം. ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഒന്നില്ലെങ്കിൽ റെസിഡന്റ് ആകും. ഈ റെസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓർഡിനറി റെസിഡന്റ് ആണ്, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആകാം, അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആകാം. നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ കേസ് പഠിച്ചല്ലോ, ആ ഇൻഡിവിജ്വലിന്റെ കേസ് പോലെ തന്നെയാണ് HUFന്റെ കേസും. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയും ഒരു 3 കാറ്റഗറിയിൽ ചിലപ്പോൾ ഉൾപ്പെടാം. ഒന്നാമത്തെ കാറ്റഗറി ഓർഡിനറി റെസിഡന്റ് അല്ലെങ്കിൽ റെസിഡന്റ്, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നോട്ട് ഓർഡിനറി റെസിഡന്റ്, മൂന്നാമത്തെ കാറ്റഗറി നോൺ റെസിഡന്റ്. ഇനി ഒരു HUF എങ്ങനെയാണ് റെസിഡന്റ് ആകുക, അല്ലെങ്കിൽ ഒരു HUF എങ്ങനെയാണ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആകുക, അല്ലെങ്കിൽ ഒരു HUF നോൺ റെസിഡന്റ് ആകുന്നത് എങ്ങനെയാണ്, അതിന്റെ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. അതിന്റെ പ്രോബ്ലം ഒന്നും എക്സാമിന് ചോദിക്കാറൊന്നുമില്ല, ജസ്റ്റ് തിയറി പഠിച്ചു വെച്ചോളൂ. കാരണം തിയറി ചോദിക്കാറുണ്ട്. കാരണം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം essay ക്വസ്റ്റിൽ ചോദിച്ചത് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് HUF ആണ്. ഒരു ഇൻഡിവിജ്വലിന്റെയും ഒരു HUFന്റെയും റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം, അതിന്റെ കണ്ടീഷൻസ് ഒക്കെ തിയറി ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് HUF എന്തായാലും പഠിച്ചു വെക്കുക. ഒരു HUF ഒന്നില്ലെങ്കിൽ റെസിഡന്റ് ആകാം, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആകാം, അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആകാം. റെസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓർഡിനറി റെസിഡന്റ് ആണ് കേട്ടോ, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. നമുക്ക് അതിന്റെ കണ്ടീഷൻസിലേക്ക് നമുക്ക് പോകാം. അപ്പൊ കണ്ടീഷൻസ് ഇതാണ്. ഫസ്റ്റ് റെസിഡന്റ്, ഒരു HUF റെസിഡന്റ് ആകണമെങ്കിൽ എങ്ങനെയാ നമുക്ക് നോക്കാം. A HUF is resident if the control and management of its affairs is situated wholly or partly in India during the relevant previous year. അതായത് പ്രീവിയസ് ഇയറിൽ, നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ ഹോളി ഓർ പാർട്ട്ലി, മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ നമ്മുടെ ഈ HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എവിടെയായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. അതായത് നമ്മുടെ HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ എവിടെയായിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. അത് മാത്രം പോരാ, ആൻഡ് ദ കർത്ത, ഈ കർത്ത എന്ന് പറഞ്ഞാൽ ആരാണ്? കർത്ത അല്ലെങ്കിൽ HUFന്റെ മാനേജർ. കർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ ഏറ്റവും മൂത്ത കാരണവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഏറ്റവും തലമൂത്ത ആൾ, അതാണ് കർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ കർത്ത എന്ന് പറയുന്ന ആള് സാറ്റിസ്ഫൈ ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻ. അതായത് നമ്മുടെ കർത്ത എന്ന് പറയുന്ന വ്യക്തി 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. അതായത് ഒരു HUF, ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി റെസിഡന്റ് ആകണമെങ്കിൽ ആ HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അത് മാത്രം പോരാ, കർത്ത 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. ഏതാണ് 2 അഡീഷണൽ കണ്ടീഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? അതായത് 2 അഡീഷണൽ കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതായത് എങ്ങനെയാണ്? 10 വർഷത്തിൽ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് നോട്ട് പറഞ്ഞിരുന്നു. അഡീഷണൽ കണ്ടീഷൻ ഇതാണ്: 2 out of 10 previous years immediately preceding the relevant previous year. നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പത്തെ 10 വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 2 വർഷമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പം നമ്മുടെ കർത്ത എന്ന് പറയുന്ന ആള് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 2 വർഷം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അത് മാത്രം പോരാ, രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്താ? 730 days or more out of 7 previous years immediately preceding the relevant previous year. നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് മുമ്പത്തെ 7 വർഷത്തിൽ 730 ദിവസം, അതും 2 വർഷം തന്നെയാണ്. 730 കണ്ടീഷനിൽ. അപ്പം നിങ്ങൾ അതന്നെ പഠിക്കണം, 730 തന്നെ എഴുതണം. 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ 2 കേസുകളും കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ 2 വർഷം എന്ന് പറയുന്നത് 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെന്നൊന്നുമില്ല. അതിനിടയിൽ പോയി വരാം, പക്ഷെ 2 വർഷം ഈക്വൽ ആകണം. എന്നാൽ 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നമ്മുടെ ഒരു HUF, ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി റെസിഡന്റ് ആകണമെങ്കിൽ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യയിലായിരിക്കണം. അത് മാത്രം പോരാ, കർത്ത സാറ്റിസ്ഫൈ ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻ. കർത്ത 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഒരു HUF നോട്ട് ഓർഡിനറി റെസിഡന്റ് ആകുന്ന എപ്പോഴാണ് നമുക്ക് നോക്കാം. HUF ഈസ് നോട്ട് ഓർഡിനറി റെസിഡന്റ് when the control and management of its affairs is situated wholly or partly in India, but the karta of HUF does not satisfy the additional condition. അതായത് നമ്മൾ ഈ റെസിഡന്റിൽ പറഞ്ഞ 2 കണ്ടീഷനാണ് റെസിഡന്റിൽ പറഞ്ഞത്.
ഒന്ന് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് മൊത്തമായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല കറുത്ത 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു പറഞ്ഞു അല്ലേ. പക്ഷെ നോട്ട് ഓർഡിനറി ആണെങ്കിൽ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിൽ ഉണ്ടായാൽ മാത്രം മതി. അവിടെ കറുത്ത അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതായത് നമ്മുടെ HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യയിലാണ്. പക്ഷേ നമ്മുടെ കർത്ത എന്ന് പറയുന്ന വ്യക്തി അഡീഷണൽ കണ്ടീഷൻ ഒന്നും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മുടെ HUF നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നോൺ റെസിഡന്റ് എങ്ങനെയാവാം നമുക്ക് നോക്കാം. നോൺ റെസിഡന്റ് A HUF is non-resident when the control and management of its affairs is situated wholly outside India. അപ്പോൾ wholly outside India ആണെങ്കിൽ അതായത് നമ്മുടെ HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് മൊത്തമായിട്ട് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ആ HUF എന്താണ്? നോൺ റെസിഡന്റ് ആണ്. അപ്പോൾ ഒരു HUF റെസിഡന്റ് ആകാം, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആകാം, നോൺ റെസിഡന്റ് ആകാം. ഓർഡിനറി റെസിഡന്റ് അല്ലെങ്കിൽ റെസിഡന്റ് ആകണമെങ്കിൽ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യയിലായിരിക്കണം. ആൻഡ് കർത്ത സാറ്റിസ്ഫൈ ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻ. കറുത്ത 2 അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത് ഒരു HUF നോട്ട് ഓർഡിനറി റെസിഡന്റ് ആകണമെങ്കിൽ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യയിലായിരിക്കണം. കറുത്ത ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ അഡീഷണൽ കണ്ടീഷൻ. കർത്ത എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അഡീഷണൽ കണ്ടീഷൻ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഒരു HUF നോൺ റെസിഡന്റ് ആകണമെങ്കിൽ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ, അതിന്റെ മൊത്തം കൺട്രോൾ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ആ HUF നോൺ റെസിഡന്റ് ആണ് എന്ന് നമുക്ക് കൃത്യമായി പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന്റെ ഒരു പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പ്രോബ്ലം ഇതാണ്: എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഇൻ ഗുജറാത്ത് carries on the business of export of textile goods to Dubai, and for this purpose it has an office in Dubai which is managed by the younger brother of Karta. The Karta resides in India permanently but visit Dubai occasionally. Policy decisions are taken by the Karta. അതായത് നമ്മുടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഗുജറാത്തിലുള്ള ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ്. അത് ക്യാരി ചെയ്യുന്നത് ഒരു എക്സ്പോർട്ട് ബിസിനസ്, എക്സ്പോർട്ട് ടെക്സ്റ്റൈൽസ് ദുബായിലേക്ക് കയറ്റി അയക്കുന്ന, ദുബായിലേക്ക് ടെക്സ്റ്റൈൽസ് അയക്കുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ ഗുജറാത്തിലുള്ള ഈ HUF ചെയ്യുന്ന ബിസിനസ്. ഇറ്റ് ഹാസ് എൻ ഓഫീസ് ഇൻ ദുബായ്. അവർക്ക് ഒരു ഓഫീസ് ഉണ്ട് ദുബായിൽ, വിച്ച് ഈസ് മാനേജ് ബൈ, അത് മാനേജ് ചെയ്യുന്നത് നമ്മുടെ കർത്തയാണ്. അപ്പോൾ കർത്തയെ പെർമനന്റ് ആയിട്ട് എവിടെ തന്നെയാണ്? ഇന്ത്യക്കാരനാണ്. ഒക്കേഷണലി വല്ലപ്പോഴും എന്ത് ചെയ്യും? ദുബായ് വിസിറ്റ് ചെയ്യും. പോളിസിയൊക്കെ ഡിസിഷനൊക്കെ എടുക്കുന്ന കർത്തയാണ്. എങ്കിൽ ഡിറ്റർമിൻ ദ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് HUF നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഇവിടെ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എവിടെയാണ്? ഇന്ത്യയിലാണ്. കാരണം ഇന്ത്യക്കാരനായ ഒരാളുടെ ബിസിനസ്സാണ്. ഗുജറാത്തിലാണ് അവിടെ HUF ഉള്ളത്. കറുത്ത പെർമനന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യക്കാരനാണ്. പിന്നെ അതുപോലെ വല്ലപ്പോഴും ദുബായ് സന്ദർശിക്കുന്നു മാത്രമല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിലാണ്. കറുത്ത എന്തായാലും 10 വർഷത്തിൽ 2 വർഷവും 7 വർഷത്തിൽ 730 ദിവസം എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യും. കാരണം ആള് പെർമനന്റ് ആയിട്ട് ഇന്ത്യക്കാരനാണ്. വല്ലപ്പോഴും ദുബായ് വിസിറ്റ് ചെയ്യുന്ന പറഞ്ഞ അങ്ങനല്ലേ. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും, അയാൾ റെസിഡന്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ, നോൺ റെസിഡന്റ് ആണോ. വളരെ സിമ്പിൾ ആണ്. ദി കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ബിസൈഡ്സ് കർത്ത സാറ്റിസ്ഫൈ ബോത്ത് അഡീഷണൽ കണ്ടീഷൻ. ഹെൻസ് HUF ഈസ് എ റെസിഡന്റ്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം, HUF റെസിഡന്റ് ആണ്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്: റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആൻഡ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഈ അസോസിയേഷൻ ഓഫ് പേഴ്സണ് വേണമെങ്കിൽ AOP എന്ന് ഷോർട്ടാക്കി ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ AOP എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കേണ്ട, AOP എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. അതുപോലെ ബോഡി ഓഫ് ഇൻഡിവിജ്വലിന് പകരം BOI എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അപ്പോൾ AOP ദാറ്റ് മീൻസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ, BOI ദാറ്റ് ഈസ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. അതായത് ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സന്റെ അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ 2 ക്ലാസിഫിക്കേഷൻ ഇവയ്ക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ അവർ റെസിഡന്റ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ്. ഇവിടെ നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ല. അപ്പൊ അങ്ങനെ ഈ ഒരു 3 കാറ്റഗറി ഉള്ളത്, അതായത് റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്, ഈ 3 കാറ്റഗറി ഉള്ളത് ഇൻഡിവിജ്വലിനും HUF മാത്രമാണ്.
ഒരിക്കലും ഫേമിനോ അസോസിയേഷൻ ഓഫ് പേഴ്സണോ ബോഡി ഓഫ് ഇൻഡിവിജ്വലിനോ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന കമ്പനിയുടെ കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, അതുപോലെ എവരി അതർ പേഴ്സൺ പഠിക്കാൻ പോകുന്നുണ്ട്. ഇവയ്ക്ക് ഒന്നും തന്നെ എന്തില്ല, ഈ നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ല. ഇവ ഒന്നില്ലെങ്കിൽ റെസിഡന്റ് ആയിരിക്കും അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആയിരിക്കും. ഇനി ഇവ എങ്ങനെയാണ് റെസിഡന്റ് ആകുക, ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് റെസിഡന്റ് ആകുക, അല്ലെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് നോൺ റെസിഡന്റ് ആകാൻ നമുക്ക് നോക്കാം. റെസിഡന്റ് ആകണമെങ്കിൽ എ ഫേം AOP or BOI is resident. The control and management of its affairs is situated wholly or partly in India. നമ്മുടെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ എന്താണ് ഫേം റെസിഡന്റ് ആകണമെങ്കിൽ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യയിൽ മതി. ഇന്ത്യയിൽ മൊത്തമായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിലാണ് അതിന്റെ കൺട്രോൾ എങ്കിൽ അത് റെസിഡന്റ് ആണ്. ഇനി ഈ ഫേമിന്റെ അല്ലെങ്കിൽ ഈ AOPയുടെ അല്ലെങ്കിൽ ഈ BOIയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് മൊത്തമായിട്ട് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അവ നോൺ റെസിഡന്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യയിലാണെങ്കിൽ റെസിഡന്റ് ആണ്, ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അത് നോൺ റെസിഡന്റ് ആണ്. ഇനി നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് കമ്പനി നോക്കാം. ഒരു കമ്പനിയുടെ കേസിൽ എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ കമ്പനിയുടെ കേസിലേക്ക് നമുക്ക് പോകാം. കമ്പനിയും ഇതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ റെസിഡന്റ് അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്ന് കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ അത് എപ്പോഴും ഒരു റെസിഡന്റ് ആയിരിക്കും. ഒരു ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ എപ്പോഴും ആ കമ്പനി റെസിഡന്റ് ആയിരിക്കും. അതുപോലെ ഫോറിൻ കമ്പനി ഹൂസ് ടേൺ ഓവർ ഗ്രോസ് റെസിപ്റ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് മോർ ദാൻ 50 crore. അത് ഒരു ഫോറിൻ കമ്പനിയുടെ മൊത്തം ടേൺ ഓവർ 50 കോടി രൂപയിൽ കൂടുതലാണെങ്കിൽ, പ്രീവിയസ് ഇയറിൽ 50 കോടി രൂപയിൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്, പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അത് ഇന്ത്യയിലെ റെസിഡന്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഫോറിൻ കമ്പനിയുടെ ടേൺ ഓവർ പ്രീവിയസ് ഇയറിൽ 50 കോടി രൂപയ്ക്ക് മുകളിലാണ്, അതിൻ്റെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ്, അതിന്റെ മൊത്തം മാനേജ്മെന്റ് പ്രീവിയസ് ഇയറിൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അത് റെസിഡന്റ് ആണ്. അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ഒരു ഫോറിൻ കമ്പനിയുടെ ടേൺ ഓവർ പ്രീവിയസ് ഇയറിൽ 50 കോടിയോ അതിൽ കുറവോ ആണ് എങ്കിൽ ആ കമ്പനി എന്താണ്, നോൺ റെസിഡന്റ് ആണ്. ആ കമ്പനി ഇപ്പോഴും നോൺ റെസിഡന്റ് ആണ്. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിൽ ഇല്ല കേട്ടോ. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അത് നോൺ റെസിഡന്റ്. ഇത് ചിലപ്പോൾ ഈ ഒരു വർഷം മാറിയിരിക്കുന്ന ഒരു അമെൻമെന്റ് അനുസരിച്ച് മാറിയിട്ടുള്ള കമ്പനിയുടെ റെസിഡന്റ് സ്റ്റേറ്റസ് ആണ്. കഴിഞ്ഞ വർഷം ഇങ്ങനെയായിരുന്നില്ല. കഴിഞ്ഞ വർഷം സെപ്പറേറ്റ് കുറേ കണ്ടീഷൻ പറഞ്ഞായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ വർഷം തൊട്ട് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഒരു 50 crore കേസ് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അതൊന്നും എല്ലാവരും നോട്ട് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ തിയറിയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. പുതിയ അമെൻമെന്റ് പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാവുന്നേ. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് കമ്പനി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നില്ലെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ റെസിഡന്റ് ആണ്. ഒരു കമ്പനിയുടെ ടേൺ ഓവർ, ഒരു ഫോറിൻ കമ്പനിയുടെ ടേൺ ഓവർ 50 കോടി രൂപയ്ക്ക് മുകളിലാണ്, അതിന് കൺട്രോൾ ഇന്ത്യയിലാണെങ്കിൽ അത് റെസിഡന്റ് ആണ്. ഇനി 50 കോടി രൂപയോ അതിൽ കുറവാണെങ്കിൽ അത് നോൺ റെസിഡന്റ് ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് ആണ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് എവരി അതർ പേഴ്സൺ. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് എവരി അതർ പേഴ്സൺ ഒന്നില്ലെങ്കിൽ അവ റെസിഡന്റ് ആകാം അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആകാം. റെസിഡന്റ് ആകണം എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ, മൊത്തമായിട്ടോ ഭാഗികമായിട്ടോ ഇന്ത്യയിലാണെങ്കിൽ റെസിഡന്റ് ആണ്. ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡന്റ് ആണ്. ഞാൻ വീണ്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ ഫേമിന്റെയും AOPയുടെയും BOIയുടെ ഒക്കെ പറഞ്ഞില്ലേ, അതേ കണ്ടീഷൻ തന്നെയാണ് എവരി അതർ പേഴ്സൺ വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ വെച്ച് കഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ഇൻഡിവിജ്വലും റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് HUFും റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ഫേം AOP or BOI, റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് കമ്പനി, ആൻഡ് ലാസ്റ്റ് നമ്മൾ പഠിച്ച റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് EOP, എവറി അതർ പേഴ്സൺ. അപ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ടാക്സ് ലയബിലിറ്റി. ഒരാളുടെ ടാക്സ് ലയബിലിറ്റി നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോബ്ലം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ. ഈ ടേബിൾ നന്നായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രോബ്ലം എക്സാമിന് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയും. പിന്നെ നമ്മുടെ അടുത്ത ഹെഡിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ 5 ഹെഡിലെ സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ റിസോഴ്സസ് ആണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ടോപ്പിക് കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്.
നമുക്ക് എന്തായാലും ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് ഓരോ ടേബിൾ നോക്കാം. നമുക്ക് അതായത് ഒരു വ്യക്തി റെസിഡന്റ് ആകണമെങ്കിൽ അല്ലെങ്കിൽ റെസിഡന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി നോൺ റെസിഡന്റ് ആണെങ്കിൽ എത്ര എമൗണ്ടിനൊക്കെയാണ് അയാൾ ടാക്സ് അടയ്ക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. നമുക്ക് ഫസ്റ്റ് ഇൻകത്തിലേക്ക് ഏത് ടൈപ്പ് ഓഫ് ഇൻകത്തിലാണ് ഈ റെസിഡന്റ് ടാക്സ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഏത് തരം ടൈപ്പ് ഓഫ് ഇൻകത്തിലാണ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ടാക്സ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻകംസിനാണ് നോൺ റെസിഡന്റ് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഇൻകം ഇതാണ്, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വെച്ച് കിട്ടിയ ഇൻകം ആണെങ്കിൽ, അതായത് ഇന്ത്യയിൽ വെച്ച് കിട്ടിയ ഇൻകം ആണെങ്കിൽ അയാൾ ഇന്ത്യയിലെ റെസിഡന്റ് ആണെങ്കിൽ അയാൾ ടാക്സ് അടയ്ക്കണം. അയാൾ ഇന്ത്യയിലെ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും അയാൾ ടാക്സ് അടയ്ക്കണം. ഇന്ത്യയിൽ അയാൾ നോൺ റെസിഡന്റ് ആണെങ്കിലും ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഇന്ത്യയിൽ വെച്ച് കിട്ടിയ ഇൻകം ആണെങ്കിൽ, ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ വെച്ച് കിട്ടിയ ഇൻകം ആണെങ്കിൽ ആ വ്യക്തി റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും നോൺ റെസിഡന്റ് ആണെങ്കിലും അവർ ടാക്സ് അടച്ചേ പറ്റൂ. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ 3 കേസിലും ടാക്സബിൾ ആണ്. അടുത്ത ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വെച്ച് കിട്ടുക അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ച് കിട്ടിയതായിട്ട് കാണിക്കേണ്ട ചില ഇൻകംസ് ഇല്ലേ, ഇന്ത്യയിൽ വെച്ച് കിട്ടിയതായിട്ട് കാണുന്ന ചില ഇൻകംസ്, അത് 3 കേസിൽ ടാക്സബിൾ ആണ്. അടുത്ത ഇൻകം അക്രൂയിങ് ഓർ എറൈസിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വെച്ച് എറൈസ് ചെയ്ത ഇന്ത്യയിൽ വെച്ച് എറൈസ് ചെയ്ത ഇൻകം ആണെങ്കിൽ, ഇന്ത്യയിൽ വെച്ച് നമുക്ക് ഏൺ ചെയ്തിട്ടുള്ള ഇൻകം ആണെങ്കിൽ 3 കേസിലും ടാക്സബിൾ ആണ്. അടുത്ത ഇൻകം ഡീം ടു അക്രൂ ഓർ എറൈസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വെച്ച് കിട്ടിയതായിട്ട് കാണിക്കേണ്ട ഇൻകംസ് ആണെങ്കിൽ 3 കേസിലും ടാക്സ്. നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെക്കുക, ഇന്ത്യയിൽ വെച്ച് കിട്ടിയതോ ഇന്ത്യയിൽ വെച്ച് എറൈസ് ചെയ്തതോ ഇന്ത്യയിൽ ഡീംഡ് ആയിട്ട് കാണിക്കേണ്ടതോ ആയിട്ടുള്ള ഇൻകംസ് ആണെങ്കിൽ 3 പേരും ടാക്സ് അടയ്ക്കണം. റെസിഡന്റും ടാക്സ് അടയ്ക്കണം, നോട്ട് ഓർഡിനറി റെസിഡന്റും ടാക്സ് അടയ്ക്കണം, നോൺ റെസിഡന്റും ടാക്സ് അടയ്ക്കണം. നെക്സ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻകം ബിസിനസ് ഓർ പ്രൊഫഷനിൽ നിന്നാണ്. ആ ബിസിനസ് ഓർ പ്രൊഫഷൻ ഇന്ത്യക്ക് പുറത്താണ്. ആ ബിസിനസ് ഓർ പ്രൊഫഷൻ എവിടെയാണ്? ഇന്ത്യക്ക് പുറത്താണ്. പക്ഷേ ആ ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദുബായിൽ നമുക്കൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിൽ നമുക്ക് കുറച്ച് ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷേ ദുബായിലുള്ള ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ് എങ്കിൽ റെസിഡന്റും ഇന്ത്യയിലെ റെസിഡന്റും ടാക്സ് അടയ്ക്കണം, ഇന്ത്യയിലെ നോട്ട് ഓർഡിനറി റെസിഡന്റും ടാക്സ് അടയ്ക്കണം. പക്ഷേ ആര് മാത്രം അടയ്ക്കണ്ട? നോൺ റെസിഡന്റ് മാത്രം ടാക്സ് അടയ്ക്കണ്ട. ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇന്ത്യക്ക് പുറത്തുള്ള ബിസിനസ് ഓർ പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ്, പക്ഷേ ആ ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അങ്ങനെയാണെങ്കിൽ റെസിഡന്റും ടാക്സ് അടയ്ക്കുക, നോട്ട് ഓർഡിനറി റെസിഡന്റും ടാക്സ് അടയ്ക്കുക, നോൺ റെസിഡന്റ് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അടുത്ത 6ാമത്തെ കേസാണ്, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. ഇൻകം കിട്ടുന്നത് ബിസിനസ് ഓർ പ്രൊഫഷനാണ്, ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ബിസിനസ് ഓർ പ്രൊഫഷനാണ് ഇൻകം കിട്ടുന്നത്. പക്ഷെ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റും എവിടെ തന്നെയാണ്? ഇന്ത്യക്ക് പുറത്താണ്. അപ്പൊ അതിനർത്ഥം ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ. അതല്ലേ അതിനർത്ഥം? ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്തുള്ള ഇൻകമാണ്. അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യക്ക് പുറത്താണ്. ആ ബിസിനസ് ഓർ പ്രൊഫഷൻ ഇന്ത്യക്ക് പുറത്താണ്. അപ്പൊ അതിനർത്ഥം ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ റെസിഡന്റ് മാത്രം ടാക്സ് അടച്ചാൽ മതി. നോട്ട് ഓർഡിനറി റെസിഡന്റോ നോൺ റെസിഡന്റോ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പൊ അടുത്ത 7ാമത്തെ കേസ് വളരെ സിമ്പിൾ ആണ്. ഓൾ അതർ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇൻകംസും അപ്പൊ എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കില്ലേ? റെസിഡന്റ് മാത്രം ടാക്സ് അടയ്ക്കുക, നോട്ട് ഓർഡിനറി റെസിഡന്റ് ടാക്സ് അടയ്ക്കേണ്ട, നോൺ റെസിഡന്റ് ടാക്സ് അടയ്ക്കേണ്ട. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യക്ക് പുറത്തുള്ള ഇൻകംസ് ആണെങ്കിൽ റെസിഡന്റ് മാത്രം ടാക്സ് അടച്ചാൽ മതി. അത് ഇന്ത്യക്ക് പുറത്തുള്ള ബിസിനസ് ഓർ പ്രൊഫഷന് കിട്ടുന്ന ഇൻകം ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യക്ക് പുറത്തായിരിക്കും കേട്ടോ. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എങ്ങാനും ഇന്ത്യക്ക് അകത്തായി കഴിഞ്ഞാൽ റെസിഡന്റും നോട്ട് ഓർഡിനറി റെസിഡന്റും ടാക്സ് അടയ്ക്കണം. ഇത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റ് പോയിന്റ് ഇതാണ്, ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഓർ അറൈസൻ outside India in earlier years but later on remitted to India during the previous year. മുൻപ് എപ്പോഴോ കിട്ടിയ ഇൻകം ആണ് നമ്മൾ എന്ത് ചെയ്തു? അത് പ്രീവിയസ് ഇയറിലാണ് റെമിറ്റ് ചെയ്തേക്കുന്നത്. അതായത് മുൻപ് എപ്പോഴോ കിട്ടിയ ഇൻകം ഞാൻ എന്ത് ചെയ്തു? പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമുണ്ടോ?
അടയ്ക്കേണ്ട കാര്യമില്ല, മുൻപ് എപ്പോഴോ കിട്ടിയ ഇൻകം അല്ലേ. അപ്പോൾ റെസിഡന്റ് ടാക്സ് അടയ്ക്കേണ്ട, നോട്ട് ഓർഡിനറി റെസിഡന്റ് ടാക്സ് അടയ്ക്കേണ്ട, നോൺ റെസിഡന്റ് ടാക്സ് അടയ്ക്കേണ്ട. അത് പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം ആണ്. അപ്പോൾ പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം എന്ന ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ആരും തന്നെ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ടേബിൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഐറ്റംസ്, എക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതായത് ഈ ചില ഇൻകംസ് ക്വസ്റ്റ്യനിൽ വന്നാൽ നിങ്ങൾ അത് എടുക്കണ്ട, 3 കേസിൽ എടുക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കേസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി അപ് ടു 10 lakhs, 10 ലക്ഷം രൂപ വരെയുള്ള ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻറ്റിനും നമുക്ക് എന്താണ് എക്സംഷൻ ഉണ്ടെന്നാണ് പറയുന്നത്, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ചെറിയൊരു മാറ്റമുണ്ട്. പുതിയ അമെൻമെന്റ് അനുസരിച്ച്, അതായത് ഈ വർഷം തൊട്ട് 2021-22 അസസ്മെന്റ് ഇയർ തൊട്ട് ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റ് നമ്മുടെ അസസി ടാക്സ് അടച്ചേ പറ്റൂ. കാരണം ഈ വർഷം തൊട്ട് കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ഈ കമ്പനിയുടെ ഡിവിഡൻറ്റിൻ്റെ ടാക്സ് അടച്ചിരുന്നത് ആരായിരുന്നു? കമ്പനിയുടെ ഡിവിഡൻറ്റിൻ്റെ ടാക്സ് അടച്ചിരുന്നത് കമ്പനികൾ തന്നെയായിരുന്നു. നിങ്ങൾ CDT കേട്ടിട്ടുണ്ട്, കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ്. പക്ഷേ ഈ വർഷം തൊട്ട് ആ കോർപ്പറേറ്റ് ഡിവിഡൻറ്റ് ടാക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോയിട്ടുണ്ട്. കമ്പനി അല്ല അടയ്ക്കേണ്ടത്, അസസി ആണ്. ആരാണോ ഡിവിഡൻറ്റ് കിട്ടുന്ന ആൾ അയാളാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അതുകൊണ്ട് നമുക്കിവിടെ അസസിയുടെ കേസ് ആയതുകൊണ്ട് ഡിവിഡൻറ്റ് ഫ്രം ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റിന് നമ്മൾ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. 3 കേസിലും ടാക്സബിൾ ആണ് കേട്ടോ. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കാം. ടെക്സ്റ്റിൽ കറക്ഷൻ ഉണ്ട്, അത് കറക്റ്റ് ചെയ്യാം. പിന്നെ അഗ്രികൾച്ചർ ഇൻകം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ ഇൻകം അത് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല, 3 ആളും ടാക്സ് അടയ്ക്കേണ്ട. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം പാർട്ട്ണർഷിപ്പ് ടാക്സ് അടയ്ക്കേണ്ട, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം HUF ടാക്സ് അടയ്ക്കേണ്ട, ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ടാക്സ് അടയ്ക്കേണ്ട, ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട് വന്നാൽ ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് എന്തുണ്ട് എക്സംഷൻ ഉണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ ഒരു ഡൗട്ട് ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഫോളോയിങ് ആർ ദ ഇൻകംസ് ഓഫ് മിസ്സിസ് മായ ഫോർ ദ പ്രീവിയസ് ഇയർ 2020-21. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഇൻകം അല്ലേ. അപ്പോൾ 3 കേസിലും ടാക്സബിൾ അല്ലേ, 3 പേര് ടാക്സ് അടയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മൾ 3 കേസിലും ടാക്സബിൾ ആണ്. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ റെസിഡന്റും ടാക്സ് അടയ്ക്കണം, നോട്ട് ഓർഡിനറി റെസിഡന്റും ടാക്സ് അടയ്ക്കണം, നോൺ റെസിഡന്റും ടാക്സ് അടയ്ക്കണം. അപ്പോൾ 3 കേസിലും ആ എമൗണ്ട് നമ്മൾ എഴുതണം. ഓക്കെ അല്ലേ. രണ്ടാമത് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിനർത്ഥം ഇൻകം ഫ്രം ഇന്ത്യയാണ് അല്ലേ. അപ്പോൾ അത് 3 കേസിലും ടാക്സബിൾ അല്ലേ, കാരണം ഇന്ത്യയിൽ ഇൻകം അല്ലേ. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ 3 കേസിലും ടാക്സബിൾ ആണ്. അപ്പോൾ 3 കേസിലും ആ എമൗണ്ട് 30,000 എഴുതാം. അടുത്ത ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഞാൻ പറഞ്ഞൊരു കേസാണ്, ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ്, പക്ഷെ ആ ബിസിനസ് കൺട്രോൾ ചെയ്ത് ഇന്ത്യയിലാണ് അല്ലേ. ഈ ഒരു കേസിൽ മാത്രം 2 കേസിൽ ടാക്സബിൾ ആണ്. നമ്മൾ പറഞ്ഞു ഫോർമാറ്റ് എടുത്തപ്പോൾ റെസിഡന്റിലും ടാക്സബിൾ ആണ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ടാക്സബിൾ ആണ്, നോൺ റെസിഡന്റ് ടാക്സ്. ഈ ഒരു കേസിൽ മാത്രം, ഇതിൽ 2 മാത്രം വരുന്ന കേസിലുണ്ട്, അത് ഓർത്ത് വയ്ക്കാം. ഈ റെസിഡന്റും നോട്ട് ഓർഡിനറി റെസിഡന്റിലും വരുന്ന ആ ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. എന്താണ്? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾ ഫ്രം ഇന്ത്യ. ഇന്ത്യയിലാണ് അത് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഈ 2 കേസിലും ടാക്സബിൾ ആണ്. ഒന്ന് ഓർത്ത് വയ്ക്കുക പ്രത്യേകം കേട്ടോ. എന്തായാലും ആ ഒരു ഐറ്റം ഉണ്ടാവും. അടുത്ത ഇൻട്രസ്റ്റ് ഡിബെഞ്ചർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഡിബെഞ്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിനർത്ഥം ഇൻകം ഫ്രം ഇന്ത്യ ആണ്. അപ്പോൾ ഇൻകം ഫ്രം ഇന്ത്യ ആണെങ്കിൽ നമുക്ക് 3 കേസിലും ടാക്സബിൾ അല്ലേ, 3 പേരും ടാക്സ് അടയ്ക്കണം. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇംഗ്ലണ്ട്. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ആണെങ്കിൽ, ഇന്ത്യയിലെ അഗ്രികൾച്ചറിൽ നിന്നുള്ള ഇൻകം ആണെങ്കിൽ അത് എക്സംഷൻ ആണ് അല്ലേ. അത് 3 പേര് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല അഗ്രികൾച്ചർ ഇൻകം. പക്ഷെ ഇത് ഇംഗ്ലണ്ടിൽ നിന്നുള്ളതല്ലേ. അപ്പോൾ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യയിലെ, ഇന്ത്യക്ക് പുറത്തുള്ള ഇൻകം ആയില്ലേ. ഇന്ത്യക്ക് പുറത്തുള്ള ഇൻകം ആണെങ്കിൽ ഒരാൾ മാത്രം ടാക്സ് അടച്ചാൽ പോരെ. അപ്പോൾ ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇംഗ്ലണ്ട് ആണെങ്കിൽ റെസിഡന്റ് മാത്രം, ഇൻകം ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ആയി, അപ്പോൾ റെസിഡന്റ് മാത്രം ടാക്സ് അടച്ചാൽ മതി. അടുത്ത കേസ് ഇതാണ്: ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ. ഞാനിപ്പോൾ പറഞ്ഞ കേസാണ്. ഇന്ത്യയിലെ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. 3 കേസിലും ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അടുത്തത് ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനിയിൽ കിട്ടുന്ന ഡിവിഡൻഡ് ആണ്. അപ്പോൾ ഇൻകം ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, ഇന്ത്യക്ക് പുറത്തുള്ളതാണ്. ഇന്ത്യക്ക് പുറത്തുള്ളതാണെങ്കിൽ ഒരാൾ മാത്രം ടാക്സ് അടയ്ക്കുക അല്ലെ. ആര് മാത്രം അടച്ചാൽ മതി? റെസിഡന്റ് മാത്രം ടാക്സ് അടച്ചാൽ മതി. അടുത്ത ലാസ്റ്റ് വൺ ആണ് പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം. മുൻപ് എപ്പോഴോ കിട്ടിയ ഇൻകം നമ്മൾ എന്ത് ചെയ്തു? പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം എന്നോ അല്ലെങ്കിൽ ഏർലിയർ ഇയേഴ്സിൽ കിട്ടിയ ഇൻകം നമ്മൾ പ്രീവിയസ് ഇയറിൽ കൊണ്ടുവന്നാൽ 3 കേസിലും ടാക്സബിൾ അല്ല, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. എല്ലാം കഴിഞ്ഞ് നമ്മൾ ടോട്ടൽ ചെയ്യുക, റെസിഡന്റിന്റെ ടോട്ടൽ എടുക്കുക,
നോട്ട് ഓർഡിനറി റെസിഡന്റ് ടോട്ടൽ എടുക്കുക, നോൺ റെസിഡന്റ് ടോട്ടൽ എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇത് എഴുതി വെച്ചാൽ മാത്രമേ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ ആ ഫോർമാറ്റ് നന്നായിട്ട് മനസ്സിലേക്ക് കയറ്റുക കേട്ടോ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇടാനായിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ ഈ പ്രോബ്ലം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷുവറായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിനകത്ത് ഞാൻ വേഗം ഒന്ന് ഓടിച്ച് പറയാം. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ കാനഡ റിസീവ്ഡ് ഇൻ ഇന്ത്യ. കാനഡയിലെ ബിസിനസ്സിലെ പ്രോഫിറ്റ് ആണ്, പക്ഷേ റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യയിൽ വെച്ച് റിസീവ് ചെയ്ത കാരണം 3 കേസിലും ടാക്സബിൾ ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയ ഇൻകം ആണ്, 3 കേസിലും ടാക്സബിൾ ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ കാനഡ റിസീവ്ഡ് ഇൻ ഇന്ത്യ, അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ കാനഡ, കാനഡയിലെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടിയ ഇൻകം ആണ്. കാനഡയിലെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയ ഇൻകം ആണ്, പക്ഷെ ഇന്ത്യയിൽ വെച്ച് ഇന്ത്യയിലാണെന്ന് റിസീവ് ചെയ്തേക്കുന്നത്. ഇന്ത്യയിൽ വെച്ച് റിസീവ് ചെയ്താൽ എന്താണത്? 3 കേസിലും ടാക്സബിൾ ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ കാനഡയാണ്, പക്ഷെ റിസീവ്ഡ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് 3 കേസിലും അത് ടാക്സബിൾ ആണ്. നെക്സ്റ്റ് കേസ് ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഉഗാണ്ട. ഉഗാണ്ടയിലെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഇൻകം ആണ്. ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക്. ഈ പൈസ നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് പറയാ? ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ അല്ലേ? ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഉഗാണ്ടയാണ്, ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക്. ഉഗാണ്ടയിൽ നിന്ന് കിട്ടിയ ഇൻകം നമ്മൾ എന്ത് ചെയ്തു? അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ ആണ്, റെസിഡന്റ് മാത്രം ടാക്സ് അടച്ചാൽ മതി. അടുത്ത പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്തോനേഷ്യ ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക്. ദിസ് ബിസിനസ് ഈസ് കൺട്രോൾ ഫ്രം ഇന്ത്യ ₹1 lakh. പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ, 1 ലക്ഷം രൂപയാണ് നമുക്ക് ഇന്തോനേഷ്യയിലെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ്. പക്ഷെ പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ തന്നെയാണ്, പക്ഷെ കൺട്രോൾ ചെയ്ത് ഇന്ത്യയിലല്ലേ. അങ്ങനെ കൺട്രോൾ ചെയ്ത് ഇന്ത്യയിലായി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2 കേസിൽ ടാക്സബിൾ ആണെന്ന് പറഞ്ഞു അല്ലേ. ജസ്റ്റ് കാണിച്ചു തരാം. ഈ 1 lakh കേസ് 2 കേസിൽ ടാക്സബിൾ ആണ്. ഓക്കെ അല്ലേ? ആ കേസ് എപ്പോഴും ഞാൻ വരുന്നു പറഞ്ഞതാണ്, അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇനി ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേം പറഞ്ഞു. ഫേമിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് എക്സംപ്റ്റഡ് ആണ്, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ ബട്ട് സർവീസ് റെന്റഡ് ഇൻ ഇറാഖ്. സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ലേ, ഇന്ത്യയിൽ വെച്ച് റിസീവ് ചെയ്തല്ലേ, അപ്പൊ 3 കേസിലും ടാക്സബിൾ ആണ്. ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ കൺട്രോൾ ഫ്രം ബംഗ്ലാദേശ്. അപ്പൊ ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ അല്ലേ, ഇന്ത്യയിലെ ബിസിനസ്സിന് കിട്ടിയതല്ലേ, അത് കൺട്രോൾ ചെയ്യുന്ന എവിടെ ആയിക്കോട്ടെ, പക്ഷെ ഇന്ത്യയിലെ ബിസിനസ്സിന് കിട്ടിയതല്ലേ, അപ്പൊ 3 കേസിലും ടാക്സബിൾ ആണ്. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. എല്ലാം കഴിഞ്ഞാൽ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ അതിന്റെ ആൻസർ. ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം ഞാൻ. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഈ ഒരു 4ാമത്തെ കേസും ശ്രദ്ധിക്കുക കേട്ടോ. ഇൻകം ഫ്രം ബിസിനസ് ഏൺഡ് ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ വെച്ച് ഏൺ ചെയ്ത ഇൻകം ആണ് 1,50,000 രൂപ. ഓഫ് വിച്ച് 1,15,000 were received in India. ബിസിനസ് ഈസ് കൺട്രോൾ ഫ്രം ഇന്ത്യ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1,50,000 ആണ് നമ്മുടെ മൊത്തം ബിസിനസ്സിന് കിട്ടിയ ഇൻകം. പക്ഷെ ആ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിലായതുകൊണ്ട് 2 കേസിൽ ടാക്സബിൾ ആണ്. അപ്പോൾ 2 കേസിൽ ടാക്സബിൾ ആണ്. അപ്പോൾ ഏതൊക്കെ കേസിലാണ് വരിക? 1,50,000 2 കേസിൽ വരും. പക്ഷേ ഈ 1,15,000 റിസീവ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ വെച്ചല്ലേ. അപ്പൊ ഇന്ത്യയിൽ വെച്ച് റിസീവ് ചെയ്താൽ 3 കേസിലും വരില്ലേ. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ 1,15,000 3 കേസിലും വരണം അല്ലേ. പക്ഷേ ആ 1,50,000 ഇല്ലേ, ആ 1,50,000 15,000 കിട്ടിയത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ 1,15,000 നോൺ റെസിഡന്റിൽ ആ 1,15,000 മാത്രമേ വരുള്ളൂ. ബാക്കി 1,50,000. കാരണം ഇത് വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ വെച്ച് റിസീവ് ചെയ്താൽ 3 കേസിൽ വരുമല്ലോ, അതുകൊണ്ടാണ് 1,15,000 നോൺ റെസിഡന്റിൽ വന്നത് കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. അതാണ് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ഉള്ളത്. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിൾ ആണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി അതിനകത്തൊരു ട്രാൻസാക്ഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതാണ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ശ്രീലങ്ക. ശ്രീലങ്കയിലെ ബിസിനസ്സിന് കിട്ടിയ പ്രോഫിറ്റ് ആണ്. ഡെപ്പോസിറ്റ് ചെയ്തേക്കണം അവിടെ തന്നെയാണ്. എത്രയാണ്? 40,000 രൂപ. ഔട്ട് ഓഫ് വിച്ച് 20,000 ഈസ് റെമിറ്റഡ് ടു ഇന്ത്യ. ഈ കേസിൽ ഇന്ത്യയിലേക്ക് പിന്നീട് കൊണ്ടുവന്നാലും നമ്മൾ 40,000 രൂപ എന്ന് പറയുന്നത് എവിടെ വെച്ചിട്ടുള്ളതാണ്? പക്ഷെ ബിസിനസ് ഈസ് കൺട്രോൾ ഫ്രം ഇന്ത്യ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാം. ശ്രീലങ്കയിലെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് ആണ് 40,000 രൂപ. പിന്നീട് ഒരു 20,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്തു. റെമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നീട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഈ 40,000 രൂപ മാത്രം നമുക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടിയതാണ്. ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിലായതുകൊണ്ട് 2 കേസിൽ ടാക്സബിൾ ആണ്. ഈ 3ാമത്തെ കേസ് നോൺ റെസിഡന്റിൽ ഒരിക്കലും വരില്ല.
കാരണം എന്തുകൊണ്ടാണ്? അത് റെമിറ്റഡ് ടു ഇന്ത്യയാണ്, പിന്നീട് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാ. മറ്റേതുപോലെയല്ല. മറ്റേത് എന്താ? 1,15,000 റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ വെച്ച് റിസീവ് ചെയ്തതാ. ഇന്ത്യയിൽ വെച്ച് റിസീവ് ചെയ്താൽ 3 കേസിലും ടാക്സബിൾ അല്ലേ, അതുകൊണ്ടാണ് നോൺ റെസിഡന്റിൽ വന്നത്. പക്ഷേ ഈ 20,000 ഒരിക്കലും നോൺ റെസിഡന്റിൽ വരില്ല, കാരണം അത് റെമിറ്റഡ് ടു ഇന്ത്യ ആയതുകൊണ്ട്. ഇന്ത്യയിലേക്ക് പിന്നീട് കൊണ്ടുവന്നത് കൊണ്ടാണ് ആ നോൺ റെസിഡന്റിൽ വരാത്തത്. ഈ 40,000 രൂപ എന്ത് ചെയ്യണം? നമ്മൾ 2 കേസിലും കാണിക്കണം. 2 കേസിൽ എന്ന് പറഞ്ഞാൽ റെസിഡന്റിലും നോട്ട് ഓർഡിനറി റെസിഡന്റിൽ കാണിക്കുന്നത്, നോൺ റെസിഡന്റിൽ കാണിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി. ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിവിഡൻഡ് ഫ്രം ഈ ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് നമ്മൾ പഠിച്ചു, ഈ വർഷം തൊട്ട് അത് ഫുള്ളി ടാക്സബിൾ ആണ്. 3 പേരും ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇവിടെ 44,000 കാണിക്കണം, ഇവിടെയും കാണിക്കണം, ഇവിടെയും കാണിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ കറക്ഷൻ ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 44,000 ഈ 3 കേസിലും ആപ്ലിക്കബിൾ ആണ് കേട്ടോ, 3 കേസിലും ആപ്ലിക്കബിൾ ആണ്. ടോട്ടൽ ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.